അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടി വരും. മമ്മി ആരാണ്, അച്ഛൻ ആരാണ്, പേരെന്താണ്. അപ്പൊ മുരളി ജയൻ തന്നെയായിരുന്നല്ലോ സ്കൂളിലെയും പേര്. അന്ന് ആർക്കും അറിയില്ലായിരുന്നോ ജയന്റെ മുരളി ജയൻ എന്ന പേരല്ല മോളെ എനിക്ക് വരണ്ടേ. എനിക്ക് ആക്ച്വലി വരണ്ടേ കൃഷ്ണൻ നായരുടെ പേര്, അച്ഛന്റെ യഥാർത്ഥ പേര്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അവിടുത്തെ കാര്യം അതും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു മക്കളെ അച്ഛൻ്റെ വീട്ടുകാർ വളരെ കുഴപ്പമുള്ള ആൾക്കാരാണ്, സൂക്ഷിക്കണം, അവിടെ അങ്ങ് പോകരുത്. അമ്മയ്ക്ക് പേടിയായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയി വളർത്താനുള്ള പല ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന സൈഡിലൂടെ. പല ആളുകളെയും വിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം, അവനെ നല്ല നിലയിൽ എത്തിക്കണം, അതുകൊണ്ട് തങ്കമ്മയുടെ ഞങ്ങളുടെ കൂടെ വാ, എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, സ്ഥലവും വീടും പഠിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പല വലിയ അമ്മയ്ക്കൊരു സംശയമായിരുന്നു. മീൻസ് എന്നെ തപ്പിക്കൊണ്ട് പോയിക്കൂടായില്ല. അമ്മ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴും എനിക്കിപ്പോഴത് ഓർമ്മയുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഗൗരി എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു അകന്ന ബന്ധു, എൻ്റെ അമ്മയും അവരുടെ സാവിത്രി പോറ്റി, രാധാകൃഷ്ണൻ അവൻ്റെ പേര്, പോറ്റി സാവിത്രി ഞങ്ങൾ 3 പേരാണ് 1ാം ക്ലാസ്സിലേക്ക് കച്ചേരി സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടെ വെച്ച് ഈ ഫോം ഇല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു ഓർമ്മയൊന്നുമില്ല. ജസ്റ്റ് പറയുവാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 20/5/1972. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡേറ്റ് 1. എല്ലാ കൂട്ടുകാരുടെയും ഡേറ്റ് 20/5/1972. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പേര് വെച്ചാൽ അമ്മ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോഴോ? അപ്പം അമ്മയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുമല്ലോ. അപ്പോൾ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഗൗരിയമ്മ എന്ന് പറഞ്ഞി അതെന്തിനാ രാമകൃഷ്ണൻ ആചാരി പറയുന്നത്, അവൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണനായിട്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അതെൻ്റെ കുഞ്ഞിന് പ്രശ്നമാവും, എൻ്റെ കുഞ്ഞിനെ അവരാരെയും തപ്പിക്കൊണ്ടു, പിന്നെ അവരെന്തെങ്കിലും പ്രശ്നമാവും, അതുകൊണ്ട് അമ്മ ആ പേര് മനഃപൂർവ്വം അവിടെ കൊടുത്തോട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സത്യമായൊരു കാര്യമാണ്. അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു, പക്ഷെ എന്തോ അമ്മ കൊടുത്തില്ല. ഈ ഗൗരിയമ്മ പറഞ്ഞിട്ട് പോലും അമ്മ പറഞ്ഞു വേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ പേര് അങ്ങ് വെക്കണ്ട, കാര്യം അവരെ എൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞു.